ഡാഡി, നീ സംഗതികളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ. അവർ രണ്ടുപേരും നിയമപരമായി പ്രതികളാണ്. നാളെ അവരെ ശിക്ഷിക്കേണ്ട ചുമതല എനിക്ക് വന്നേക്കും. നിന്റെ ബന്ധുക്കളെന്ന നിലയ്ക്ക് എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാനാവില്ല. നീ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ. രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന്, ഡാഡി ജോലി രാജിവെക്കുക, ഈ വിവാഹം നടത്തിത്തരിക. അല്ലെങ്കിൽ നീ ഈ വിവാഹം വേണ്ടെന്ന് വെക്കുക. നീ എന്തു പറയുന്നു? എന്തിനും ഡാഡിയുടെ താല്പര്യമാണ് എനിക്ക് മുഖ്യം. ഡാഡിയുടെ പ്രസ്റ്റീജിനെ ബാധിക്കുന്ന എന്ത് തന്നെയാലും എനിക്ക് പ്രശ്നമല്ല. എന്താ മോനെ നീ പറയുന്നത്? ഞാൻ പറഞ്ഞെന്താ തെറ്റാണോ? ആ കുട്ടി നിനക്ക് ഇഷ്ടമായതല്ലേ? അതെ. ഈ വിവാഹം നടക്കാതായാൽ ആ കുട്ടിയുടെ ഭാവി എന്താകും? അത് സത്യമാണ്. പക്ഷെ ഞാൻ അത് ചിന്തിക്കുന്നതിന് മുമ്പ് എന്റെ ഡാഡിയെ പറ്റി ചിന്തിക്കണ്ടേ? ഞാൻ ആ കുട്ടിയെ കണ്ടത് ഇന്നലെയാണ്. എനിക്കിഷ്ടമായി. അതുകൊണ്ടാണല്ലോ ഞാൻ ഇതുവരെ കൊണ്ടെത്തിച്ചത്. പക്ഷെ ഇപ്പൊ ഈ ചുറ്റുപാടിൽ എന്നെ ഇതുവരെ വളർത്തിയ ഡാഡിയുടെ മുഖത്ത് കരിവാരി തേക്കാനാണ് മമ്മി പറയുന്നത്. ഒരിക്കൽ ദേവൻ പറഞ്ഞതാണ് ജയന്തി ലോഡ്ജിൽ വരുന്നത് തെറ്റാണെന്ന്. ആ നിലയ്ക്ക് ജയന്തി വരാൻ പാടില്ലായിരുന്നു. എല്ലാം ജയന്തി അറിഞ്ഞില്ലേ? വിധിയെന്നല്ലാതെ എന്താ പറയാ? എന്ത് ബുദ്ധിമുട്ടിയാ ഞാൻ ഇവിടെ വരെ എത്തിച്ചെന്നറിയാം. എന്നിട്ടും എന്തായി പറയുന്നത്? പറയാൻ എനിക്ക് വിഷമമുണ്ട്. ജയന്തിയുടെ അമ്മയുടെ മനസ്സ് നോപ്പിക്കാൻ ഞാൻ പറഞ്ഞാൽ ജയന്തിക്ക് ഇഷ്ടപ്പെടും. അച്ഛനമ്മമാരാണ് നമ്മെ വളർത്തിയത്. അവരാണ് നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങൾ. എന്റെ ഡാഡി ഒരു ജഡ്ജിയാണ്. ഡാഡിയെ വേദനിപ്പിക്കുക എന്ന് വെച്ചാ ജയന്തി പ്ലീസ് എല്ലാം മറക്ക. എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുന്നത്? കല്യാണക്കുറി അടിച്ച് എല്ലാവർക്കും കൊടുത്തു. എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ? നടന്നാൽ എന്റെ ഡാഡി ജീവിച്ചിരിക്കില്ല. തെറ്റ് നമ്മുടെ രണ്ടുപേരുടെ അല്ല. ആ നിലയ്ക്ക് ഞാൻ എന്താ ചെയ്യുന്നത്? അയ്യോ, മുഹൂർത്ത സമയത്ത് എന്റെ കഴുത്തിൽ താലിയേറ്റി മാത്രം മതി. പിന്നെ കാണുക വേണ്ട ബാബു. എന്റെ കല്യാണ സമയത്ത് തന്നെ നടക്കണം. ജയന്തി അർത്ഥമില്ലാതാണ് സംസാരിക്കുന്നത്. ഓ, നാം തമ്മിൽ ഒരബദ്ധം. അതിന് ഞാൻ പരിഹാരം ഉണ്ടായി തരാം. എന്ന് മാത്രമല്ല, ജയന്തിയുടെ കല്യാണം എന്റെ ചെലവിൽ നന്നായി നടത്തി തരികയും. പക്ഷേ എന്നെ അത് പ്രതീക്ഷിക്കുന്നു പ്ലീസ്.